ലോകായുക്ത നിയമ ഭേദഗതി രാഷ്ട്രപതി അംഗീകരിച്ചത് ഗവർണർക്കും പ്രതിപക്ഷത്തിനുമെതിരെ ആയുധമാക്കി സിപിഐഎം. ഗവർണർക്കും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രതിപക്ഷത്തിനുമേറ്റ തിരിച്ചടിയെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. അതേസമയം രാഷ്ട്രപതി അംഗീകാരം നൽകിയാലും ബിൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദത്തിൽ ഉറച്ചുനിൽക്കുകയാണ് പ്രതിപക്ഷം. ബില്ലിന് അംഗീകാരം ലഭിച്ചതിനെ ബിജെപി സിപിഐഎം ഒത്തുകളിയുടെ തെളിവായും യുഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നു. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുന്നതിനിടെയാണ് ഗവർണർ പിടിച്ചുവെച്ച ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചത്. കടുത്ത വിമർശനങ്ങൾ നേരിട്ട ലോകായുക്ത നിയമ ഭേദഗതിക്ക് പ്രതിരോധം തീർക്കാൻ ഉയർത്തിയ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടത് സർക്കാരിന് നേട്ടമായി മാറി. കേരളത്തിലെ ഗവൺമെന്റ് വ്യക്തമായ ധാരണയോടുകൂടി തന്നെ ജനാധിപത്യ സംവിധാന ഉള്ളടക്കം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ലോകായുക്ത പ്രശ്നം കൈകാര്യം ചെയ്തത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാണ്. BJP കേരളത്തിൽ തിരിച്ചടിയാണ്. BJPയും അതുപോലെ തന്നെ BJP മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷവും ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ലോക്പാൽ ബില്ലിന് അനുസൃതമായി കൊണ്ടുവന്ന നിയമ ഭേദഗതിയായിരുന്നു. അത് മനസ്സിലാക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു മന്ത്രി P. രാജീവിന്റെ പരിഹാസം. ഇംഗ്ലീഷിന്റെ അക്ഷരമാല അറിയാവുന്നവർക്ക് തന്നെ രണ്ടും വായിച്ചു വെച്ച് ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ തന്നെ അത് ഇതൊന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭരണഘടന വായിക്കാൻ ഈ ഗവർണറുടെ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ആർക്കും ഏത് രീതിയിലും അഴിമതി നടത്താം, ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായെന്നും VD സതീശൻ പറഞ്ഞു. അഴിമതി നിരോധന സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPMുമായി സംഘപരിവാർ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ആർക്കും ഏത് രീതിയിലുമുള്ള അഴിമതി നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സംവിധാനം വരെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും KK ശൈലജയെയും രക്ഷിക്കാൻ കൊണ്ടുവന്ന ബില്ല് അംഗീകരിക്കപ്പെട്ടതോടെ അഴിമതി നിരോധന നിയമം കശാപ്പ് ചെയ്യപ്പെട്ടുവെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. ഒരു ജുഡീഷ്യൽ ഓർഡറിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അപ്പലേറ്റ് അതോറിറ്റി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇതിന് അംഗീകാരം കൊടുത്തത് നിലനിൽക്കില്ല കോടതിയിൽ പോയാൽ. ലോകായുക്ത ഓർഡിനൻസിലെ വ്യവസ്ഥ പ്രകാരം അപ്പീൽ അധികാരി ഗവർണറായിരുന്നു. എന്നാൽ ഇത് ബില്ലായി വന്നപ്പോൾ ഗവർണറെ ഒഴിവാക്കി. ഗവർണറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമയുദ്ധത്തിൽ തീരുമാനമെടുക്കുന്നതിലെ അനൗചിത്യമാണ് ലോകായുക്ത ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ കാരണമെന്ന് വിശദീകരിച്ചാകും ഗവർണറുടെ പ്രതിരോധം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.